നമുക്കിവിടെ വേണ്ടത് ജനങ്ങൾക്ക് എപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ഭരണകർത്താക്കളും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ പെട്ടെന്ന് നടക്കണം. അതിന് തടസ്സമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഒരു ജില്ലയിലെ കാര്യം നോക്കാൻ ആരെക്കൊണ്ടും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇവിടെ ഒരു ജില്ലാ കളക്ടറുണ്ട്, ഇവിടെ ഒരു കമ്മീഷണർ കാണും, ഇവിടെ തഹസിൽദാർ കാണും, ഇവിടെ ഒരു രജിസ്ട്രാർ കാണും. ഇങ്ങനെ നിയമപരമായിട്ടും എല്ലാം ഉണ്ടെങ്കിലും ജനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അത് ഒരു ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും അത് ജനങ്ങളുടെ ഇടയിൽ ഓടിയെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുമ്പോൾ ഇവിടെ നമുക്കറിയാലോ, കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഇന്ത്യയിലെ സംബന്ധിച്ച് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഒഴിച്ചാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 14 ജില്ലകളാണല്ലോ. അത് നമുക്ക് അത് മലപ്പുറം എന്നല്ല, 14 ജില്ലകളും രണ്ടാക്കണം. അപ്പോൾ നമുക്ക് 28 ജില്ലകൾ കിട്ടും. എൻ്റെ കാഴ്ചപ്പാടെല്ലാം കേരളത്തിൽ 28 ജില്ലകൾ വേണം. കാരണം ഒരു ജില്ലയിൽ താമസിക്കുന്ന ജനവിഭാഗത്തെ കൊണ്ട് ഒന്നാമത് നമ്മുടെ കേരളത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയവും മതവും ജാതിയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മുടെ 14 ജില്ലയിലുള്ള ആൾക്കാരിലും ഓടിയെത്താൻ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിൽക്കുന്ന ഒരു അധികാരികൾക്കും കഴിയുന്നില്ല. കാരണം അത്രയ്ക്കും വലുതാണ് നമ്മുടെ ഓരോ ജില്ലയിലും. അതുകൊണ്ട് തന്നെയാണ് ഈ 14 ജില്ലകളും വിഭജിച്ചുകൊണ്ട് 28 ജില്ലകളായിട്ട് പ്രഖ്യാപിക്കണം കേരളത്തിൽ. ആ ഒരു 28 ജില്ലകൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ വരുവാനുണ്ട്. ഒന്ന്, നമുക്ക് 28 കളക്ടർമാരുണ്ടാവും, 28 തഹസിൽദാർമാരുണ്ടാവും, 28 ഇപ്പോൾ നമുക്കറിയാം 140 നിയോജക മണ്ഡലങ്ങൾ നമുക്ക് ഈ 14 എന്നോ 28 ആക്കുന്നതോടുകൂടി അവിടെ 280 MLA-മാരെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. MP-മാരും അതിന് ഡബിളാവും. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇന്ത്യയിലെ വിഭജിക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളും ഡബിളാക്കിയിരിക്കണം. അങ്ങനെ കേരളത്തിലെ ജില്ലകൾ വിഭജിച്ചു കൊടുക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നോക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയും എനിക്കൊരു ജില്ല വേണമെന്ന് പറയും. അപ്പോഴേ കമ്മ്യൂണിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും. കമ്മ്യൂണിസ്റ്റ് പറയും ഞങ്ങൾക്കും സെപ്പറേറ്റ് ജില്ല വേണമെന്ന് പറയും. കോൺഗ്രസ് മോശമാണോ, ക്രിസ്ത്യൻസ് മോശം, സാമുദായിക സംഘടനകൾ ഒന്നും മോശമല്ല, എല്ലാവരും പറയും ഞങ്ങൾക്കും വേണം 2 ജില്ല എന്ന് പറയും. ഇതൊക്കെ പ്രായോഗത്തിൽ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യയിലൊരു ഭരണഘടനയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾ വളച്ചൊടുക്കാനുള്ള ഒരുപാട് ഒരുപാട് ആശയങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ വളച്ചൊടിക്കപ്പെടാം. എങ്ങനെ? ആ വളച്ചൊടിക്കപ്പെടുന്നത് ഇന്ത്യൻ നീതിശാസ്ത്രത്തിൽ ഇന്ത്യൻ എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഓപ്പോസിറ്റാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആശയമെങ്കിൽ അത് ഇന്ത്യയിൽ ഒരിക്കലും അത് ആർക്കും നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അത് നമുക്ക് എന്താണോ അവകാശപ്പെട്ടത്. ഇവിടെ ഒരു പഞ്ചായത്ത് ഒരു വാർഡോ തിരിക്കാൻ പോലല്ല ജില്ലകൾ തമ്മിൽ തിരിക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ഒരുപാട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അതിൻ്റെ വരും വരെ അതൊന്നും എനിക്ക് എങ്ങനെ അതായത് ഇന്ത്യൻ ഭരണഘടനയില്ല നമുക്കൊരു 14 ജില്ലകൾ, ആ ഒരു 14 ജില്ലകൾ പോലും കറക്റ്റ് കാര്യങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മൾ ഈ ഇപ്പം 14 ജില്ല എന്നുള്ള 28 ജില്ലകളുള്ള അവസ്ഥ തന്നെ ആയിരിക്കും പറയും.
ശരിയാണ്. 14 28 ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 14 ജില്ലകളിൽ നമുക്ക് ഒരു 19 MP നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ 28 ജില്ലകൾ, നമ്മുടെ കേരളത്തിൽ 28 ജില്ലകൾ വരുമ്പോൾ അവിടെ 19 എന്നുള്ളത് അവിടെ നമുക്ക് 38. രാഷ്ട്രീയ മോഹികളുടെ എല്ലാ അധികാരങ്ങളെയും എന്നുവെച്ചാൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും പുറത്താക്കണം. അത് ഇന്ന രാഷ്ട്രീയ, കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും BJP ആയിരുന്നാലും ആരായിരുന്നാലും രാഷ്ട്രത്തിന് ദോഷം വരുന്ന കാര്യം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ജനാധിപത്യത്തിൽ അവരെ നമ്മൾ പുറന്തള്ളിക്കളയണം. അതാണ് ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്നത്. അതാണ് ജനാധിപത്യം, അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. നമുക്കറിയാലോ, ഗാന്ധിജി ഒറ്റയ്ക്ക് മാത്രം നേടിത്തന്ന സ്വാതന്ത്ര്യമല്ല ഇന്ത്യയിലെ സ്വാതന്ത്ര്യം. അത് ഗാന്ധിജിക്ക് ഒറ്റയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഗാന്ധിജി എന്തിനു വേണ്ടി ഗ്രാമങ്ങളിൽ കൂടെ നടന്നു. ഗാന്ധിജി സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കണമെങ്കിൽ, നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെങ്കിൽ അത് ജനഹൃദയങ്ങളെ ഇറങ്ങിച്ചെല്ലണത്. ജനങ്ങളടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്താണ് ജനാധിപത്യം. എൻ്റെ ഒരു അയൽക്കാരനെ എനിക്കറിയാൻ പോലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അറിയാൻ പറ്റും. എൻ്റെ കൂടെ സഹകരിക്കുന്ന ഒരു വ്യക്തി എനിക്കറിയാൻ പോലെ വേറെ ആർക്കും അറിയാം. അതുകൊണ്ടാണ് ഗാന്ധിജി ഗ്രാമങ്ങളിൽ തന്നെ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞത്. ഗ്രാമങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇവിടെ ജനങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് വെറുപ്പ് സമ്പാദിച്ചെടുക്കാം. കാരണം വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണല്ലോ ഇപ്പം, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമൊന്നും ഇവിടെ ഇല്ലെന്നേ. നമുക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും രാഷ്ട്രീയം നമ്മൾ പഠിച്ചത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മളൊക്കെ വളർന്നു വരുന്ന ആ ഒരു പഴയ കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു സാഹോദര്യം, സമത്വസുന്ദരം എന്നൊക്കെ നാം എപ്പോഴും വാനോളം പുകഴ്ത്തുന്ന ആ ഒരു കാഴ്ചപ്പാട് നമുക്കിവിടെ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലല്ല ഇന്ത്യയുടെ ജനങ്ങൾ താമസിക്കുന്നു. കാരണം അവിടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരുപാട് വിഷത്തിൻ്റെ വിത്തുകൾ മുളപ്പിച്ചിട്ടാണ് അവരെ വളർത്തിയെടുക്കുന്നത്. അതിന് ഒരു മതക്കും ഒരു രാഷ്ട്രീയക്കാരും ഒന്നും അതിലാരും പുറകോട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും ആ ഒരു കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുന്ന എല്ലാവരും അത് തരംതിരിക്കാൻ എല്ലാവരും അവർ ജനിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അതിൻ്റെ വിത്തുകൾ പാകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ കാഴ്ചപ്പാടിൽ, ഞാൻ ഈ പറയുന്ന എൻ്റെ ഈ കാഴ്ചപ്പാടിൽ ഇന്ത്യയിലെ എല്ലാ ജില്ലകളും രണ്ടാക്കണം. ഇവർക്ക് രണ്ടായാലും നമുക്ക് തന്നെ കുഴപ്പം. അങ്ങനെ ഇവിടെ സാധാരണക്കാർക്ക് അതിൽ വല്ല കുഴപ്പമുണ്ട്. 2 ജില്ലയായാലും 3 ജില്ലയായാലും ഇനിയിപ്പോൾ 5 ജില്ലയെന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു പ്രശ്നവും വരുന്നില്ല. നിങ്ങൾ 10 ആയിക്കോ, ഞങ്ങളത് ധൈര്യത്തോടെ കൈക്കൊള്ളും. പക്ഷേ ഇവിടുത്തെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ഇവിടുത്തെ ഒരു 10 ജില്ല, ഇപ്പം ഒരു ജില്ലയിൽ 10 ആക്കിയാലും 10 ജില്ലയിൽ 100 ആക്കിയാലും അവസാനം എന്നാ അറിയോ, ശരിക്ക് എപ്പോഴും ദൈവത്തിൻ്റെ പ്ലാൻ എപ്പോഴും കറക്റ്റാണ്. ഞാൻ അറിയാം, ഇവിടെ പല ഗ്രന്ഥങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അറിയാം, ലോകത്തിൻ്റെ അന്തിമ കാലഘട്ടത്തിൽ ജാതിയോടും മതത്തോടും വർക്കത്തോടും പിന്നെ രാഷ്ട്രങ്ങളോടും ദേശങ്ങളോടും എതിർക്കും. അത് ആരെ കൊണ്ടും മാറ്റാൻ പറ്റത്തില്ല. അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നത്. കാരണം ചരിത്രങ്ങൾ എഴുതി വെക്കുന്നത് വെച്ചാൽ അതെന്താ പറയുക, അത് ദൈവത്തിൻ്റെ ഒരു നിയോഗത്തിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഇവിടെ സംഭവിക്കുന്നത്. അത് നമ്മളതിലൊന്നും ബേജാറാക്കണ്ട, അതെല്ലാം ഇവിടെ സംഭവിക്കുന്നത്.